വ്ളോഗിൻ്റെ പുതിയൊരുള്ളിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് എന്താ വെച്ചാൽ നമ്മളെ വീടും പരിസരവും അങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബൊന്നും ചെയ്യണില്ല. എല്ലാവരും എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷനും അങ്ങ് ബെല്ലൈക്കണം അങ്ങ് നെക്കി പൊട്ടിച്ചേക്ക് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരിലേക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം അങ്ങ് നെക്കി പൊട്ടിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ സ്ഥലം ഇതാ അവിടെ മുതൽ ഇതാ അവിടെ വരെ നമ്മുടെ സ്ഥലമാണ്. ഇപ്പോൾ മുമ്പ് ഇവിടെ എന്തായിരുന്നു, ഞങ്ങൾ ചെറിയ ഫാംസൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. എന്ന് വെച്ചാൽ കഴിഞ്ഞ വ്ളോഗിൽ അവിടെ ഇവിടെയൊക്കെ ഫുള്ള് കുളങ്ങളായിരുന്നു. ഇപ്പം അത് മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം അവിടെ ഒരു ചെറിയ പൗണ്ട് ഉണ്ടായിരുന്നു, അടുത്ത മീൻ ഒഴിവാക്കി. ഇപ്പം മെയിനായിട്ടൊരു വലിയ പൗണ്ട് ഉണ്ട്, അതിലാണ് ഇപ്പോൾ ഫുൾ ഫിഷിങ്. പിന്നെ ഇപ്പോൾ ഇവിടെ കൂടുതൽ കൃഷികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതലുള്ളത് ഏലാണ്, പിന്നെ ഉള്ളത് കാപ്പി ആ ഭാഗത്തുണ്ട്. പിന്നെ അവിടെ ഒരു പശുക്കുട്ടി ഉണ്ട്. പിന്നെ കവുങ്ങ്, കുരുമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് സപ്പോട്ട ഉണ്ട്, അവിടെ ഒരു ബട്ടറൊക്കെ ഉണ്ട്, തെങ്ങുണ്ട്, കൊക്കോക്കായ ഉണ്ട്, പിന്നെ ബബിളി മുസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ പശുവിന് ഇല്ല പുല്ല് ഞങ്ങൾ ഒരു ഫാം പോലെ എല്ലാ സ്ഥലത്തും കുറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചായിട്ട് എന്താ വെച്ചാൽ നമ്മളെ അവിടെ ഒരു വലിയ കുളത്തിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയാൻ മറന്നുപോയി, ഇത് കുറേ കാലമായിട്ടുള്ള മുളക് ചെടിയാണ്. ഇതിലിപ്പോൾ ഒരു 2-3.5 കിലോ ഒക്കെ കിട്ടലുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു കാന്താരി തൈയൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ കിട്ടലുണ്ട്. പിന്നെ തൊട്ടടുത്ത് കുറച്ച് നല്ലൊരു ഏലക്കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് പച്ചമുളകൊന്നും വാങ്ങലില്ല. എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ കാന്താരിൻ്റെ നല്ല എരിവൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങലില്ല. അപ്പം നമുക്ക് എന്താക്കാം, അവിടെ പോയിട്ട് കാണാം. പോണ വഴിയെന്ന് വെച്ചാൽ കുറച്ച് അഡ്വഞ്ചറാണ്. എന്താ വെച്ചാൽ മുമ്പ് ഇവിടെ ഇപ്പോൾ ഒരു 2-3 കവുങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ആദ്യം നല്ലൊരു പാലം ഉണ്ടായിരുന്നു, നല്ലൊരു മഴ ചെയ്തപ്പോൾ ഇതെന്താക്കി മുഴുവൻ പോയി. ഈ കാണുന്ന പൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലത്ത് ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ ഇതുണ്ടാവും, ഈ തോട് മുഴുവൻ വെള്ളം അടിക്കണത് ഇവിടെ നിന്നാണ്. ഒരിക്കലും ഇവിടെ വറ്റൂല, വെള്ളം ഒരിക്കലും വറ്റൂല. പിന്നെ ഇതിപ്പോൾ പുതിയ വെച്ച ഏലാണ്, ഇത് നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. ഇത് നന്നാക്കുമ്പോൾ വേനൽക്കാലത്ത് ഇതിൻ്റെ ചപ്പ് മുഴുവൻ മാറ്റും വേണം, മഴക്കാലത്ത് ഇത് ഇവിടെ മുഴുവൻ ചപ്പ് കൂട്ടണം. എന്നാലും എന്താവും, ഇത് അടുത്ത വർഷത്തേക്ക് നല്ലൊരു കായാവും. കഴിഞ്ഞിട്ട് മെല്ലെ വന്നാൽ എന്താക്കാം, മീനുകൾ ചിലപ്പം കാണും. ഭാഗമുണ്ട് കഴിച്ചു, ഭാഗമുണ്ട്, ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്, കുറച്ച് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് മേലഭാഗം കരഭാഗമാണ്, ഇവിടെ താഴെഭാഗം നല്ല കരയാണ്. ഇതിൽ നമ്മൾ കോൺക്രീറ്റ് ഒന്നും ഇടാത്ത ഇതാണ്, കുളമാണ്. അപ്പോൾ നമ്മൾ വീട് കുറച്ച് ഡിസ്റ്റൻസാണ്. കിണർ ആ കാണുന്നതാണ്, കിണർ അവിടെയാണ്. പക്ഷേ കിണറും വീടും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ വെള്ളമെല്ലാം കൊണ്ടാണ് ഞങ്ങൾ അവിടെ കുഴിച്ചത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ആ കിണറിൻ്റെ ഭാഗത്തേക്ക് പോവാം. എന്താ വെച്ചാൽ 2 ഫാഷൻ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഫാഷൻ ഫ്രൂട്ടൊക്കെ വരുന്നുണ്ട്. ഇത് ബബിളി മൂസിൻ്റെ തൈയാണ്. ഇവിടെ നമ്മളെ കുളത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മളെ കിണറിൽ അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് അവിടെ കണ്ടോ, അവിടെ കുറച്ച് വാഴത്തോട്ടുണ്ട്, അതാ കാണുന്ന ലാസ്റ്റിക്ക്. അപ്പോൾ എന്താക്കാം, ഇവിടെ ഒരു പനുണ്ട്. ഇവിടെ പണ്ട് എന്ന് വെച്ചാൽ കുറേ കാലം മുമ്പ് ഇവിടെ മുഴുവൻ നെല്ല് കൃഷിയൊക്കെ ആയിരുന്നു. ആ കാലത്തുണ്ടായിരുന്നേ ഇപ്പാൻ്റെ വല്യപ്പ നട്ടുണ്ടാക്കിയൊരു പനയാണത്. പിന്നെ ഇവിടെ ഫുള്ള് കവുങ്ങും കൃഷിയും ഏലക്കൃഷിയൊക്കെയാണ് ഉപ്പച്ചിയും ഉപ്പാൻ്റെ ഉപ്പയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അത് ഉമ്മച്ചിയൊക്കെ തുടരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അങ്ങനെ കുറച്ച് ഭാഗമായിട്ട് നമുക്ക് പോയി കാണിച്ചു തരാം. അവിടെ തേയിലത്തോട്ടാണ്, എന്താ വെച്ചാൽ ചായച്ചെടി എന്നൊക്കെ പറയും ഞങ്ങൾ ഈ നാട്ടിൽ. ഞമ്മക്ക് അതുകൊണ്ട്
ഭയങ്കര രസമാണ് കാണാൻ. ടൂറിസ്റ്റ് ഏരിയയാണ് ഞങ്ങളത്. മേലോട്ട് കൂടി ഓഫ് റോഡിങ്ങിന് വണ്ടികളൊക്കെ ഇടക്ക് വരലുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ഏരിയൻ്റെ കുറച്ചെടുത്താണ് ഞങ്ങളത്. ഇവിടെ കാന്തമ്പാറ വാട്ടർഫാൾസ് എന്ന് പറയും, അതിൻ്റെ കുറച്ചെടുത്താണ്. പറ്റുകയാണെങ്കിൽ നമ്മളെന്താക്കും, വരുന്ന വീഡിയോയിൽ കാന്തമ്പാറ വാട്ടർഫാൾസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു കൊല ഇവിടെ ചാഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകണം. കുറച്ചും കൂടി മൂക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, നേരെ വീട്ടിൽ പോയിട്ട് കാണാം. കുറച്ചങ്ങനെ നടക്കാണ്ട്. നമ്മളെ വീട് തന്നെ മുമ്പ് നമ്മളുടെ MNK ഫണ്ണി വ്ലോഗ് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു കുളമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ 2-3 ഏലച്ചെടി ആട്ടിക്കണേ. ഇത് നമ്മളെ വീട്. പിന്നെ ഇത് നമ്മളെ പശു. ഇതിൻ്റെ പേര് പാത്തു എന്നാണ്. പിന്നെ ഇത് ഒരു 4-5 കൊല്ലം ഉണ്ടാവും ഇത് ഉണ്ടാക്കിയിട്ട്. ഇത് നല്ലോണം വളർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ ആ ഭാഗങ്ങൾക്കൊക്കെ പോവാം. ഇത് നമ്മളെ സിറ്റ് ഔട്ടാണ്. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ സിറ്റ് ഔട്ടിൽ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ അത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഇത് ടൈലാണ്. ഇത് നമ്മളൊരു പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഹാളിൽ ഇവിടെ ഒരു ഇതുണ്ട്, എന്ത് വാഷ് ബേസ്. ഇത് പുതിയത് അടിച്ചതാണ്. പിന്നെ ഇപ്പം അത് അടിച്ചത് നമ്മളെ ഒരു ഇതാണ്. പിന്നെ നമ്മളൊരു പൂച്ച ഉണ്ട്. പൂച്ച ബെല്ല. പൂച്ച ഇത് നമ്മളെ പൂച്ചയുടെ കേസ്. ഇതിൻ്റെ പേര് ബെല്ല എന്നാണ്. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറുണ്ട്. പിന്നെ ഒരു ഇതും കമ്പ്യൂട്ടർ പേപ്പർ അടിച്ചപ്പോൾ നമ്മൾ ഫുള്ള് ട്രോഫികളും സമ്മാനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടിച്ചത് ഇതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അങ്ങ് നെക്കി പൊട്ടിക്കുക. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.